നിന്റെ കഷ്ടകാലത്തിൽ നിനക്കു സഹായം നൽകിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിടട്ടെ. യഹോവ നിന്റെ കഷ്ടകാലത്തിൽ നിനക്കു സഹായം നൽകിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിടട്ടെ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവിക കരുതലിനും സംരക്ഷണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇസഹാക്ക് തങ്ങൾ കുഴിച്ച ഒരു കിണറിന് നൽകിയ പേരാണ് രഹോബോത്ത്. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കും എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഉൽപ്പത്തി 26:22. കനാൻ ദേശത്തുണ്ടായ ക്ഷാമനിമിത്തം ഇസഹാക്കിന് ഫിലിസ്തീൻ ദേശമായ ഗരാരിൽ പോയി പാർക്കേണ്ടി വന്നു. ആ ദേശത്ത് വിതച്ച വിത്തിൽ നിന്ന് അവർക്ക് 100 മേനി വിളവ് ലഭിച്ചു. യഹോവ അവനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് മഹാധനവാനായി. മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായി. ഇസഹാക്കിൻ്റെ വളർച്ചയിൽ ഉള്ള അസൂയ നിമിത്തം ഫെലിസ്ത്യ രാജാവായ അബിമേലെക്ക് ദേശത്തു നിന്നും അവരെ ഗരാർ താഴ്വരയിലേക്ക് പറഞ്ഞയച്ചു. ഉൽപ്പത്തി 26:17. തുടർന്ന് അവർക്കുണ്ടായ പ്രതികൂലങ്ങളാണ് ഉൽപ്പത്തി 26:18 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ചിന്തകൾ ലഭിക്കുന്നുണ്ട്. 1. ദൈവമക്കൾ അനേക പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. ആ കാലത്ത് വെള്ളം അമൂല്യമായിരുന്നു. ഇന്നും നമുക്കറിയാമല്ലോ, വെള്ളം അമൂല്യമാണ്. വേനൽക്കാലത്ത് ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കുക സാധാരണമാണല്ലോ. വെള്ളം അമൂല്യമായതിനാൽ അന്ന് പിതാക്കന്മാർ പാർത്ത ദേശങ്ങളിൽ എല്ലാം കിണർ കുഴിച്ച് അവയ്ക്ക് പേരിടുമായിരുന്നു. അബ്രഹാം പിതാവ് കുഴിപ്പിച്ച കിണറുകളെല്ലാം ഫെലിസ്ത്യൻ മൂടിക്കളഞ്ഞിരുന്നതിനാൽ ഇസഹാക്ക് ഗരാർ താഴ്വരയിൽ മൂടിക്കളഞ്ഞിരുന്ന കിണർ വീണ്ടും കുഴിക്കുകയും അവർക്ക് വളരെ വെള്ളം ലഭിക്കുകയും ചെയ്തു. ഈ കിണറിനെ ചൊല്ലി ഗരാർ ദേശത്തെ ഇടയന്മാർ ശണ്ടയിട്ടതിനാൽ അത് അവർക്ക് വിട്ടുകൊടുത്തിട്ട് വേറൊരു കിണർ കുഴിച്ചു. ഈ കിണറിനെ ചൊല്ലിയും ഗരാറിലെ ഇടയന്മാർ ശണ്ടയിട്ടതിനാൽ അതും അവർക്ക് വിട്ടുകൊടുത്തു. അവർ അവിടെ നിന്നും മാറി വേറൊരു കിണർ കുഴിച്ചു. അവിടെ അവർ ധാരാളം വെള്ളം കണ്ടെത്തി. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് തങ്ങൾ കുഴിച്ച 3ാമത്തെ കിണറിന് നൽകിയ പേരാണ് രഹോബോത്ത്. യഹോവ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കും. ഉൽപ്പത്തി 26:22. ഒന്നിനു പിറകെ ഒന്നായി ഉപദ്രവങ്ങൾ നേരിട്ടിട്ടും വഴിമാറി നടന്ന സമാധാനപ്രിയനായ ഇസഹാക്ക്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശത്രു ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ നാം എന്തു ചെയ്യും? വിട്ടുകൊടുപ്പാനും ക്ഷമിപ്പാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകുമോ? ക്ഷമിപ്പാനും വിട്ടുകൊടുപ്പാനും മനസ്സ് കാണിച്ച ഇസഹാക്കിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനവധി ഉണ്ടാകും. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൈവിടാത്തവനാ നമ്മളുടെ കർത്താവ്. മാത്രമല്ല, നമുക്ക് ഇടം ഉണ്ടാക്കി തരുന്നവനുമാണ് നമ്മളുടെ ദൈവം. 2. നമ്മളുടെ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങൾ അനവധിയാണ്. തങ്ങളുടെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറിനെ ചൊല്ലിയുണ്ടായ അവകാശത്തർക്കം വിശ്വാസത്തെ തകർക്കുവാനുള്ള പൈശാചികൻ്റെ പ്രവർത്തനമായിരുന്നു. പിതാക്കന്മാരിൽ കൂടി നാം അനുഭവമാക്കിയ വിശ്വാസത്തിനെതിരായിട്ടുള്ള ശത്രുവിൻ്റെ പ്രവർത്തനം പൈശാചിക തന്ത്രമാണ്. അവൻ്റെ തന്ത്രം നമ്മിൽ വിജയം വരിച്ചതുകൊണ്ടല്ലേ പല ആചാര അനുഷ്ഠാനങ്ങളും സഭയിലും വിശ്വാസികളിലും അടിഞ്ഞുകൂടിയിരിക്കുന്നത്. തന്മൂലം പിതാക്കന്മാർ പ്രാപിച്ച അനുഗ്രഹം നമ്മിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 തോണിയിൽ കാൽ വെച്ച് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന അവസ്ഥയിലല്ലേ നാം ജീവിക്കുന്നത്. തന്മൂലം ആരാധനയും കൂട്ടായ്മയും പ്രാർത്ഥനയും എല്ലാം വെറും അധര വ്യയമായി തീർന്നിരിക്കുന്നു. ഒരാത്മീയ ഉണർവ് നമുക്കാവശ്യമാണ്. ശത്രു നമ്മിൽ വാരി വിതർത്തിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ മണ്ണ്
ധനസമൃദ്ധിയുടെ മണ്ണ്, ദുരാചാരത്തിൻ്റെ മണ്ണ്, മോഹത്തിൻ്റെ മണ്ണ് തുടങ്ങിയവയെ കുഴിച്ചു മൂടുവാൻ നാം തയ്യാറാവണം. ശത്രു തകർത്തെറിഞ്ഞ് യെരൂശലേമിൻ്റെ മതിലുകളെ പണിയുവാൻ ഒരു നെഹമ്യാവ് എഴുന്നേറ്റതുപോലെ നമുക്കും എഴുന്നേൽക്കാം. നെഹമ്യാവിനെ പോലെ നമുക്കും പറയാം, വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കരുത്. ദൈവം കാര്യം സാധിപ്പിച്ചതിലും ആ നിശ്ചയത്തോട് ശത്രുവിനോട് നമുക്ക് എതിർത്ത് നിൽക്കാം. 3, നമ്മുടെ ദൈവം ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്നു. ഒരിക്കൽ താൻ പാർത്തിരുന്ന ദേശത്ത് നിന്നും ഓടിച്ചുവിട്ട രാജാവായ അബിമേലെക്ക് തന്നെ ഒടുക്കം ഇസഹാക്കുമായി ഉടമ്പടി ചെയ്യുവാൻ വന്നു എന്ന് ഈ അധ്യായത്തിൽ 26 വാക്യങ്ങളിൽ വായിക്കുന്നു. ഇസഹാക്കിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് രാജാവ് പറയുന്നത്, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ. 26:29. ദൈവജനത്തിനെതിരെ ജയഭേരി മുഴക്കിയവർ തന്നെ ദൈവജനത്തെ പ്രശംസിക്കുന്നു. അതെ, ശത്രുക്കൾ മുൻപിൽ മേശയൊരുക്കുന്നവനാ നമ്മുടെ ദൈവം. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പ്രതികൂലങ്ങളെ അനുകൂലമാക്കി നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ ഉറപ്പോടെ നമുക്ക് ആശ്രയം വെക്കാം. കർത്താവേ, പ്രതികൂലങ്ങളിൽ പതരാതെ ശത്രുവിനോട് എതിർത്ത് നിൽപ്പാനും വിശ്വാസത്തിൽ മുന്നേറുവാനും എന്നെയും സഹായിക്കണമേ. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുമവൻ സ്തോത്രയാഗങ്ങളിൽ പ്രസാദിച്ചിടും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുമവൻ സ്തോത്രയാഗങ്ങളിൽ പ്രസാദിച്ചിടും. നിന്റെ ക്ലേശമെല്ലാം നീങ്ങിടും, നിത്യസന്തോഷം നിനക്കേകിടും. നിന്റെ ക്ലേശമെല്ലാം നീങ്ങിടും, നിത്യസന്തോഷം നിനക്കേകിടും. യഹോവ നിന്റെ കഷ്ടകാലത്തിൽ നിനക്കു സഹായം നൽകിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിയിടട്ടെ.